സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. 3 ടെൻസുകളുണ്ട്: പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ആ 3 ടെൻസുകളെ 4ആയി തരംതിരിച്ചു: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ടോട്ടലി വി ഹാവ് ദ 12 ടെൻസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതിൽ നമ്മൾ ആദ്യം സിമ്പിൾ പ്രസൻറ്റ് ചർച്ച ചെയ്തു. ഓരോ ടെൻസ് പഠിക്കുമ്പോഴും അതിൻ്റെ യൂസേജ് ആൻഡ് ഫോംസ് നമ്മൾ ക്ലിയറായി മനസ്സിലാക്കണം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി. സിമ്പിൾ പ്രസൻറ്റ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ യൂസേജ്, ഹാബിറ്റ്സുകൾ, ശീലങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് സിമ്പിൾ പ്രസൻറ്റ്. അതിൻ്റെ ഫോംസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ്, V1 ഒബ്ജക്റ്റ്. അങ്ങനെ നമ്മളതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തിയത്, സബ്ജക്റ്റ് ഐ, യു, ദേ, വി, ചിൽഡ്രൻ, അതായത് പ്ലൂരൽ ആണെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ച അതേ ഫോം തന്നെയായിരിക്കും. അതേസമയം സബ്ജക്റ്റ്, ഇഫ് ദ സബ്ജക്റ്റ് ചേഞ്ച്, ഹി, ഷീ, ഇറ്റ്, രാജു, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വെർബിൻ്റെ കൂടെ സ്പീക്സ്, ഗോസ്, ഫ്ലൈസ് എന്ന് പറയുന്ന പോലെ എസ്, ഇ എസ്, ഐ ഇ എസ് ഏതെങ്കിലും ഒന്ന് ചേർക്കണം. പിന്നീട് നമ്മൾ അതിൻ്റെ ഉദാഹരണങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു ഹൗ ടു മേക്ക് ദ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നീ ചായ കുടിക്കാറുണ്ട്, നീ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്, നീ മലയാളം വായിക്കാറുണ്ട്, നീ അമ്മയെ സഹായിക്കാറുണ്ട്, ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്, കുട്ടികൾ പാർക്കിൽ കളിക്കാറുണ്ട്, ടീച്ചർ ക്ലാസ് എടുക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ പറയുന്ന ശീലങ്ങളെ, ആ ശീലങ്ങളെ നീ പഠിക്കാറുണ്ടോ? നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? നീ മലയാളം എഴുതാറുണ്ടോ? നീ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഹൗ ടു മേക്ക് ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്. ഫോർ എക്സാമ്പിൾ, യു സ്പീക്ക് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. അതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ യു മാറ്റിയിട്ട് ഐ എഴുതാം, ഒന്നും കൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. സോ ഹിയർ ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്ന് ചെയ്യാനുള്ള ചെറിയൊരു ട്രിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പോലെ, ടു മേക്ക് ദ ക്വസ്റ്റ്യൻ ഹിയർ ഇൻ സിമ്പിൾ പ്രസൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ആഡ് ദ ഡു. സോ നിങ്ങൾക്ക് ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഐൻ്റെ പകരം യു ചേർത്ത് കൊടുക്കാം. സോ ഇറ്റ് ബിക്കേം ദ ക്വസ്റ്റ്യൻ, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? നൗ ഇറ്റ്സ് ബിക്കേം ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ യു ഡ്രിങ്ക് കോഫി. ഇറ്റ് മീൻസ് നീ കോഫി കുടിക്കാറുണ്ട്. ഇറ്റ്സ് സിമ്പിൾ പ്രസൻറ്റ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിനെ നീ കോഫി കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പുട്ട് ദ ഡു ഇൻ ഫ്രണ്ട് ഓഫ് ദ സബ്ജക്റ്റ്. ഡു യു ഡ്രിങ്ക് കോഫി? നീ കോഫി കുടിക്കാറുണ്ടോ? നീ പാല് കുടിക്കാറുണ്ടോ? നീ വെള്ളം കുടിക്കാറുണ്ടോ? നീ ഇംഗ്ലീഷ് എഴുതാറുണ്ടോ? ഡു യു റൈറ്റ് ഇംഗ്ലീഷ്? നമ്മൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഡു വി പ്ലേ ഫുട്ബോൾ? നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പ്ലൂറലായിട്ടുള്ള എല്ലാ സബ്ജക്റ്റും ഇവിടെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു ഐ സ്പീക്ക് ഇംഗ്ലീഷ്? ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്? അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡു വി സ്പീക്ക് ഇംഗ്ലീഷ്? നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ലൈക്ക് ദിസ് വൺ, യു ക്യാൻ ചേഞ്ച് ദ സബ്ജക്ട്സ് ആൾസോ ഹിയർ ഇൻ ദിസ് സെൻറ്റൻസ്. നൗ ഇറ്റ് ബിക്കെയിം ദ ക്വസ്റ്റ്യൻ. ബട്ട് ഇവിടെ മറ്റൊരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ബട്ട് വെൻ ദ സബ്ജക്റ്റ് ചേഞ്ച്, ഷീ സ്പീക്സ് ഇംഗ്ലീഷ് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിനർത്ഥം സബ്ജക്റ്റ് മാറുമ്പോൾ ഇവിടെ വെർബിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ സെൻറ്റൻസിനെ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാൻ കഴിയുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഷീ ഈറ്റ്സ് ബിരിയാണി. അവൾ ബിരിയാണി
തിന്നാറുണ്ട്. വേണ്ടെങ്കിൽ നമുക്ക് ഈറ്റ്സ് മാറ്റിയിട്ട് then we can just make the she cooks ബിരിയാണി, അവൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. So how to make this type of the question is that in order to make this type of the question, just to put the does in front of the do അല്ല, നമ്മൾ ഇതിൻ്റെ സെൻറ്റൻസിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പ്ലൂരൽ ആകുമ്പോൾ നമ്മൾ എടുത്തു കൊടുത്തിരുന്നത് ഡു ആണെങ്കിൽ, ഇവിടെ നിങ്ങൾ ഇറ്റ്സ് ഡസ് ഷീ ദെൻ കുക്ക്. കുക്സ് വേണ്ട, ഈ എസ് ആണ് നമ്മൾ ഡസ്സിലേക്ക് കടന്നു വന്നത്, അതുകൊണ്ട് കുക്സ് വേണ്ട, കുക്ക്. ഡസ് ഷീ കുക്ക് ബിരിയാണി? നൗ ഇറ്റ്സ് ക്ലിയർ. അവൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ? അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? രാജു കാർ ഓടിക്കാറുണ്ടോ? ഡസ് രാജു ഡ്രൈവ് കാർ? നീ കാർ ഓടിക്കാറുണ്ടോ? ഡു യു ഡ്രൈവ് കാർ? യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു സബ്ജക്ട്സ്. നീ കാർ ഓടിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അവൾ കാർ ഓടിക്കാറുണ്ടോ? ഡസ് ഷീ ഡ്രൈവ് കാർ? നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? രാജു വെള്ളം കുടിക്കാറുണ്ടോ? ഡസ് രാജു ഡ്രിങ്ക് വാട്ടർ? അമ്മു ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? സോ ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഡസ് അമ്മു സ്പീക്ക് ഇംഗ്ലീഷ്? അമ്മു ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? Now it's a question. So we can also check the example here. We have the plenty of the examples. Do I need your permission? എനിക്ക് നിന്റെ ആവശ്യമുണ്ടോ, അനുവാദം ആവശ്യമുണ്ടോ? So do you carry an umbrella? നീ കുട കൊണ്ടുപോകാറുണ്ടോ? നീ കുട കൈവശം വെക്കാറുണ്ടോ? Do they visit temple? അവർ ക്ഷേത്രം സന്ദർശിക്കാറുണ്ടോ? Do we need ticket for show? നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ? സോ ഇവിടെയൊക്കെ ഡു ബിക്കോസ് ദ സബ്ജക്റ്റ് ഹിയർ ഇറ്റ് ഈസ് സിംഗുലർ. നമ്മൾ ഐ നേരത്തെ പറഞ്ഞെങ്കിലും യു ദേ വി ഇതെല്ലാം സിംഗുലർ ആണ്. അതേപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ദെൻ ചിൽഡ്രൻ, കുട്ടികൾ. ഡു ചിൽഡ്രൻ എൻജോയ് ദ റെയിൻ? കുട്ടികൾ മഴ ആസ്വദിക്കാറുണ്ടോ? സോ ഹിയർ വി ക്യാൻ യൂസ് ദ ഡു ഇൻ ദിസ് സബ്ജക്റ്റ് ബിക്കോസ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ. അതേസമയം when we discuss the matter with the subject singular, does he, അവിടെ നമ്മൾ does he speak മലയാളം? അവൻ മലയാളം സംസാരിക്കാറുണ്ടോ? അവിടെ ആക്ച്വലി does ഉപയോഗിക്കാൻ കാരണം because the subject is singular here. Does she go to college? അവൾ കോളേജിലേക്ക് പോകാറുണ്ടോ? സോ ഇവിടെയും നമ്മൾ does ആണ് ഉപയോഗിച്ചത് because the subject is she. Does it take a lot of time? ഇത് ഒരുപാട് സമയം എടുക്കാറുണ്ടോ? അപ്പോൾ നമുക്ക് ജസ്റ്റ് വി ഗാവ് സംതിങ് ഫോർ ദ റിപ്പയറിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡസ് ഇറ്റ് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം? അതൊരുപാട് സമയം എടുക്കുമോ? സോ ഇവിടെ ഡസ് ഉപയോഗിച്ചത് ബിക്കോസ് ദ സബ്ജക്റ്റ് ഈസ് ഇറ്റ്. ദ സെയിം റൂൾസ് ഈസ് അപ്ലൈഡ് ഹിയർ ഇൻ ദ നെക്സ്റ്റ് സെൻറ്റൻസ് ആൾസോ. ഡസ് രാജു വർക്ക് ഇൻ ഓഫീസ്? രാജു ഓഫീസിലാണോ ജോലി ചെയ്യുന്നത്? അതിന് മറ്റൊരു ആശയത്തിലുള്ള അർത്ഥമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഡസ് രാജു ജോലി ചെയ്യാറുണ്ടോ? ഓഫീസിലാണോ ജോലി ചെയ്യുന്നത്? സോ ഹിയർ ദെൻ ഇവിടെ രാജു എന്ന പദമാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഡസ്. ദെൻ ഫൈനൽ വൺ വി ക്യാൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്? നിങ്ങൾ ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഡു യു ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കാരണം നമുക്ക് സബ്ജക്റ്റായി വന്നത് യു ആണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ അങ്ങനെയായി മാറിയത്. വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇന്നത്തെ ചാപ്റ്ററിൽ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൗ ടു മേക്ക് ദ ക്വസ്റ്റ്യൻ ഇൻ സിമ്പിൾ പ്രസൻറ്റ്. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ദെൻ ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ടു മേക്ക് ദ ക്വസ്റ്റ്യൻ ഹിയർ ഇൻ ദീസ് ടു സെൻറ്റൻസസ് യു ഹാവ് ടു ഡു ഈസ് ദാറ്റ് ജസ്റ്റ് പുട്ട് ദ ഡു ഇൻ ഫ്രണ്ട് ഓഫ് ദ സബ്ജക്റ്റ്. ഇതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇറ്റ് ഈസ് ഡു ആദ്യം ചേർക്കുക. പിന്നീട് ഈ ഐ ഞാൻ മാറ്റാൻ കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഞാൻ പോകാറുണ്ടോ എന്നല്ലല്ലോ സ്വാഭാവികമായും ഒരാളോട് ചോദിക്കില്ല. സോ ഇറ്റ്സ് ഡു യു. നിങ്ങൾ ചെയ്യാറുണ്ടോ? സോ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഇവിടെ ഒന്നും ചെയ്യേണ്ട. സിമ്പിൾ പ്രസൻറ്റിൻ്റെ സെൻറ്റൻസിൻ്റെ മുമ്പിൽ നിങ്ങൾ ഡു ആഡ് ചെയ്ത് കൊടുത്താലും മതി. ബട്ട് ഇൻ അതർ കേസ്, ഐ മീൻ ഇൻ ദ
സബ്ജക്റ്റ് സിംഗുലർ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഷീ സ്പീക്സ് ഇംഗ്ലീഷ് എന്ന പദത്തെ നൗ വി ആർ ഗോയിങ് ടു മേക്ക് ദ ക്വസ്റ്റ്യൻ യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് ജസ്റ്റ് പുട്ട് ദ ഡസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സബ്ജക്റ്റ്. ഡു എന്നതിൻ്റെ പകരം ഇറ്റ് ഈസ് ഡസ് എന്നാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഡു അല്ല ഡസ്. എന്നിട്ട് അതേപോലെ ഡസ് ഷീ സ്പീക്ക്. ഇവിടുത്തെ എസ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആ എസ് ആണ് ഇവിടെ നേരത്തെ ഡസ്സിലേക്ക് വരുന്നത്. സോ ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. നൗ ഇറ്റ് ബിക്കെയിം ദ ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾക്ക് യു എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഏത് പ്ലൂരൽസും നിങ്ങൾക്ക് മാറ്റാം. അതേപോലെ തന്നെ ഡസ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ നൗ ഇറ്റ്സ് ബിക്കെയിം ദ ക്വസ്റ്റ്യൻസ്. സോ യു ഹാവ് ടു ഡു ഇസ് ദാറ്റ്. നിങ്ങൾക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട്. ആ ഇതിൽ ഏകദേശം 9 ഗ്യാപ്പുകളുണ്ട്. അവിടെ നിങ്ങൾ ആദ്യത്തെ 5 ഡു യു കൊണ്ട് ക്വസ്റ്റ്യൻ എഴുതുക. പിന്നീട് 4 ഡസ് ഷീ എന്നതുകൊണ്ടും ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇവിടെ യു ഹാവ് ദ പ്ലെൻറ്റി ഓഫ് മലയാളം എക്സാമ്പിൾസ്. യു ഹാവ് ടു ട്രാൻസ്ലേറ്റ് ഇൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്ത പോലെ യു ഹാവ് ദൻ എക്സാമ്പിൾ ഫോർ ഡു ഐ ആസ്ക് ടു മെനി ക്വസ്റ്റ്യൻസ് and do children ever get tired for the running. This is the type of the questions, so you have to check it. So in the next class we can discuss how to make the WH question. Thank you.